ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജിത്ത്. വീണ്ടും നിങ്ങൾക്ക് ആൻറ്റിക് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കോയിനോ നോട്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അല്ല പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുവാ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ഒരു കോയിൻ കളക്ടറിന് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ആവശ്യമുള്ള കളക്ഷൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയിൻ കറക്റ്റായിട്ട് പരിശോധിക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ ഒരു കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണ നമ്മൾ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കോയിനകത്ത് ചെറിയ ചെറിയ ലേഖനങ്ങൾ ചെയ്തിട്ടുണ്ട്. മിൻറ്റ് മാർക്ക്. ചില സമയത്ത് കോയിനുകൾ കൂടുതൽ കൈകളിൽ മാറിക്കഴിയുമ്പോൾ അതിൻ്റെ മിൻറ്റ് മാർക്കിന് ചിലപ്പോൾ തേയ്മാനമോ ഒക്കെ വന്നിട്ട് നമുക്ക് ആ റിയൽ മിൻറ്റ് മാർക്ക് നമ്മുടെ സാധാരണ കണ്ണുകളിൽ കൂടെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ നോട്ടായാലും കോയിനായാലും അതിനെ നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ കുറേ ആൽബംസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കോയിൻസ് വെക്കാനുള്ള കാര്യങ്ങൾ, ഇത് സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ, അതുപോലൊക്കെ നോട്ട് സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് എപ്പോഴും കോയിൻസൊക്കെ നല്ല UNC കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ നമുക്ക് വിലകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ UNC കണ്ടീഷനിൽ നമ്മൾ അത് വെക്കണമെങ്കിൽ നമ്മൾ ചില നോട്ടൊക്കെ നാലായിട്ട് മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് വിലയൊന്നും കിട്ടത്തില്ല. അപ്പം ഈ നോട്ടുകൾ കോയിൻസൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് വിലകൾ, അതിൻ്റെ ഭാവി നമ്മൾ കളക്ഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിന് വില കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അതിന് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതിന് വേണ്ട കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മേടിച്ച് അതിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ 1 രൂപ കോയിന് അല്ലെങ്കിൽ 50 പൈസ കോയിന്, അപ്പോൾ 50 റുപ്പീസ് നോട്ട്, 5 റുപ്പീസ് നോട്ട്, 1 രൂപ നോട്ട്, അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഓരോ കാറ്റഗറിയിൽ നമുക്ക് അടുക്കി വെക്കാം. നമുക്ക് എടുത്ത് എളുപ്പം പരിശോധിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളെയാണ് ഞാനൊന്ന് പരിചയപ്പെടുന്നത്. ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങളോട് കോയിൻ ഷീറ്റ്. കോയിൻ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ. അത് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ അത് ആൽബം പോലെ ആക്കാം, എന്തുമെല്ലാം ആക്കാം. അപ്പോൾ ആ ഷീറ്റ് നിങ്ങൾ ഈ കാണുന്നതാണ് കോയിൻ ഷീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണാതിരിക്കും ആ കോയിൻ ഷീറ്റ്. അതിൻ്റെ ആ അറകൾക്കകത്താണ് നമുക്ക് വെക്കാൻ പറ്റും കോയിൻസ്. പല സൈസിലേതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ആമസോണോ അല്ല ഫ്ലിപ്കാർട്ടോ നിങ്ങൾക്ക് മേടിക്കാം. രണ്ടാമത്തെ സാധനമാണ് ക്ലിപ്ബോർഡ് കോയിൻ ഹോൾഡർ. കാർഡ്ബോർഡ് കോയിൻ ഹോൾഡർ. ക്ലിപ്ബോർഡ് അല്ല, കാർഡ്ബോർഡ് കോയിൻ ഹോൾഡർ. കാർഡ്ബോർഡ് കോയിൻ ഹോൾഡർ എന്ന് പറയുമ്പം കാർഡ്ബോർഡ് കൊണ്ടുള്ള കോയിനെ ഹോൾഡ് ചെയ്ത് വെക്കത്തക്ക പോലത്തെ ഒരു ചെറിയ സ്ക്വയർ പീസിൽ വരുന്ന ഹോൾഡേഴ്സാണ്. അത് നമ്മൾ അതിനകത്ത് വെച്ചിട്ട് 4 വശത്തുനിന്ന് സ്റ്റാപ്ലർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പം നമ്മുടെ കോയിനകത്ത് സുരക്ഷിതമായിട്ട് ഇരിക്കും. അത് നമുക്ക് എവിടെയെങ്കിലും നല്ല രീതിയിൽ അടുക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതാണ് കാർഡ്ബോർഡ് കോയിൻ ഹോൾഡർ. നിങ്ങൾക്ക് കാണാതിരിക്കും അല്ലേ? അപ്പോൾ ഇതാണ് കാർഡ്ബോർഡ് കോയിൻ ഹോൾഡർ. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ബാങ്ക് നോട്ട് ഷീറ്റ് എന്നാണ് പറയുന്നത്. ബാങ്ക് നോട്ട് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് നമ്മുടെ നോട്ടുകൾ
നമ്മുടെ അതിനകത്ത് നോട്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നോട്ടുകൾ അടുക്കി വെക്കാൻ സാധിക്കുന്ന ഒരു ഷീറ്റാണ് ബാങ്ക് നോട്ട് ഷീറ്റ്. അത് ഓരോ സൈസിൽ വെച്ചുള്ള നോട്ടുകൾക്കുള്ളത് വരുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്, ലിങ്ക്. നിങ്ങൾക്ക് പോയി അത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം നല്ല വൃത്തിയായിട്ട് നേരെ വെടിപ്പായിട്ട് വെക്കാൻ പറ്റും. വൃത്തിയായിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കാവാതെ സൂക്ഷിക്കാം. അപ്പം അതാണ് നമ്മൾ ഈ കാണുന്ന പിക്ചറാണ് ബാങ്ക് നോട്ട് ഷീറ്റിൻ്റെ പിക്ചർ. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് കോയിൻ ഷീറ്റ്, കാർഡ്ബോർഡ് കോയിൻ ഹോൾഡർ, ബാങ്ക് നോട്ട് ഷീറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സാധനമാണ് കോയിൻ ക്യാപ്സൂൾ എന്ന് പറയും. അത് കുറച്ചുകൂടി വില കൂടിയതാണ്. നമുക്ക് കോയിൻസ്, നല്ല കോയിൻസൊക്കെ സൂക്ഷിച്ചു വെക്കാനും നല്ല രീതിയിൽ അടുക്കി വെക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഒരു ബോക്സ് പോലത്തെ സാധനമാണ്. അത് ഈ കാണുന്നതാണ് ആ സാധനം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻസ് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ അതിന് പറയുന്നത് എന്താണ്? കോയിൻ ക്യാപ്സൂൾസ് എന്നാണ്. കോയിൻ ക്യാപ്സൂൾസ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതാണ് 40x മാഗ്നിഫയർ. മാഗ്നിഫയർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ മുമ്പ് പറഞ്ഞു, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് മാഗ്നിഫയർ. അപ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കോയിൻസ് കിട്ടുക, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അറിയണം, അയ്യോ ഇത് കോയിൻ നല്ലതാണോ അതോ നമ്മുടെ കാറ്റഗറി പെടുന്ന കോയിനാണോ എന്ന് അറിയണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? അത് നമുക്ക് വേറെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ അരിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറി കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ചെറിയ ലേഖനങ്ങളാണെങ്കിൽ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും കാഴ്ചക്കുറവ് നമുക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ മിൻറ്റ് മാർക്ക് എന്താണെന്നും അതെന്തോ ഏത് വർഷത്തെ ആണെന്നും അത് നമ്മുടെ റെയർ കോയിൻ കാറ്റഗറി പെടുന്നതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഒരെണ്ണം. അപ്പോൾ അതിന് ഈ കാണുന്നതാണ് 40x മാഗ്നിഫയർ ഗ്ലാസ്. അപ്പോൾ അത് നിങ്ങൾക്ക് മേടിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചിട്ട് നടക്കാം പോകുമ്പോഴൊക്കെ. അപ്പോൾ ഈ കാണുന്ന സാധനം. അടുത്തതാണ് കോയിൻ മൈക്രോസ്കോപ്പ്. കോയിൻ നോക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ്. അത് കുറച്ച് വില കൂടുതലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഗുണപ്രദമാണ്. ഇതിൽ കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിന് LED സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് തിരിച്ചുമൊക്കെ നോക്കാൻ പറ്റും. ഒരു മൊബൈലിൽ കാണുന്ന പോലെ തന്നെ നല്ല മാഗ്നിഫൈ ചെയ്ത് കാണിക്കും. മൈക്രോസ്കോപ്പാണ്. ചെറിയ ചെറിയ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഡെൻസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഈ കാണുന്നതാണ് അത് നമ്മുടെ എന്താണ് കോയിൻ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ സാധനം, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അത്. അടുത്ത ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ 7ാമത്തെ പോയിൻ്റ്, 7 സാധനങ്ങളിനകത്ത് 7ാമത്തേതാണ് ഞാൻ പറയുന്നത് പോക്കറ്റ് ആൽബം. നമുക്ക് ഒരു ആൽബം പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാം. എന്തെങ്കിലും കോയിൻസ് ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാം. കാര്യങ്ങളിൽ കാണിക്കാൻ പോകുകയാണെങ്കിൽ അതിനകത്ത് വെച്ചുകൊണ്ട് പോകാം. വേണ്ട കുറേ റെയർ കോയിൻസ് മാത്രം സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അതിനാണ് പോക്കറ്റ് ആൽബം. ഈ കാണുന്നതാണ് പോക്കറ്റ് ആൽബം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം. അപ്പം ഈ സാധനങ്ങൾ നിങ്ങൾ കോയിൻ കളക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ മേടിക്കാം, ലിങ്കിൽ കയറി മേടിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടതാണ് അതിനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇതിനകത്ത് കൂടുതൽ വിലവെടുപ്പുള്ള സാധനം കോയിൻ മൈക്രോസ്കോപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം വലിയ വിലയുള്ള സാധനങ്ങളല്ല. അപ്പം അത് നിങ്ങൾ കോയിൻ കളക്ടറാവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഏൺ ചെയ്യാം. കോയിൻസ് വരുന്നതും പോകുന്നതെല്ലാം നിരീക്ഷിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് എല്ലാം നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാനോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാനോ ബന്ധപ്പെടാനോ ഒന്ന് ശ്രമിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഒത്തിരിയും നമ്മുടെ രാജ്ഞാനി സാറിൻ്റെ ഒത്തിരിയും ഫേക്കായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതിൽ വീഴാതിരിക്കുക. ഒരു കോയിൻ കളക്ടറും ഒരാളും കോയിൻ വിൽക്കുന്നതിന് പൈസയോ ഒന്നും കൊടുക്കരുത്. ഇത് രാജ്ഞാനി സാറും പറയുന്നുണ്ട്. നമ്മുടെ കോയിൻ വിൽക്കുന്നതിന് നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, രജിസ്ട്രേഷനും ഒന്നും വേണ്ട.
നമ്മുടെ കോയിൻ നമ്മൾ വിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സിബിഷനിലും അങ്ങനത്തെ ഡയറക്റ്റായിട്ട് വിൽക്കാനേ ശ്രമിക്കാവൂ. അല്ലാതെ ഓൺലൈനിൽ ഒരു ആൾക്കാരും ഓൺലൈൻ വഴി വിറ്റിട്ട് പൈസ കിട്ടിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ നിങ്ങൾ ചെന്ന് ചാടിയിട്ട് ഇന്ന ആൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയും നമ്മൾ അറിഞ്ഞു. നാളെ വീണ്ടും ഒരു കോയിനും നോട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും വേണമെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഡെയിലി ഞാൻ ഒരു ഇതിടുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ശാലം നീളമുള്ളതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. നിങ്ങളായതുകൊണ്ട് ഇത് അവോയ്ഡ് ചെയ്ത് കളയരുത് കേട്ടോ. നിങ്ങൾക്ക് ഉള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്, നമുക്ക് കുറച്ച് ദീർഘമായത്. അപ്പം എല്ലാവരും കാണുക. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. ബൈ.